അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 84-ാം സങ്കീർത്തനമാണ്. പേര് വെളിപ്പെടുത്താത്ത കോരഹൻ്റെ പുത്രന്മാരാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. എഴുത്തുകാരൻ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. യഹോവ ഇറങ്ങി വസിച്ചിരുന്ന ഇടമാണ് തിരുനിവാസം. ഇസ്രയേൽ ജനം മിസ്രയീമിലായിരുന്നു. അവിടെ അടിമപ്പണി ചെയ്തിരുന്ന അവരെ മോശം മുഖാന്തരം ദൈവം വിടുവിച്ചു. ഇപ്പോൾ അവർക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന കനാൻ ദേശത്തിലേക്കുള്ള യാത്രാമധ്യേ മരുഭൂമിയിൽ അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. താമസിക്കുവാൻ ഓരോ കുടുംബത്തിനും ഓരോ കൂടാരമുണ്ട്. ദൈവിക ശുശ്രൂഷയ്ക്ക് ലേവ്യരെ ദൈവം വേർതിരിച്ചു. കാളക്കുട്ടിയെ ഉണ്ടാക്കിയ അഹരോനും ജനവും ദൈവത്തോട് പാപം ചെയ്തപ്പോൾ അതിൽ പങ്കാളികളാകാതെ മാറി നിന്നിരുന്ന ലേവി ഗോത്രത്തിലുള്ളവർ മോശയോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് തന്നെ ലേവി ഗോത്രത്തെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ലേവി ഗോത്രത്തിലെ തന്നെ ഓരോ കുലത്തിന് ദൈവിക ശുശ്രൂഷ വേർതിരിച്ചിരുന്നു. എന്നാൽ മോശയെ ദൈവം ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷയിൽ അധികാരം നടത്തുവാനായി മോശയ്ക്കെതിരെ കോരഹും അവൻ്റെ കൂട്ടാളികളും കൂട്ടുകെട്ടുണ്ടാക്കുകയും മോശയോട് മത്സരിക്കുകയും ചെയ്തു. അപ്രകാരം മോശയ്ക്ക് ദൈവം കൊടുത്ത ശുശ്രൂഷയ്ക്കെതിരെ മത്സരിച്ച കോരഹനെയും അവൻ്റെ കൂട്ടാളികളെയും ദൈവം കഠിനമായി ശിക്ഷിച്ചു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കോരഹനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ഏലിയാവിൻ്റെ പുത്രന്മാർ നെമുവേൽ, നാദാൻ, അബീരാം യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹൻ്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹരോനും വിരോധമായി കലഹിച്ച സംഘ സദസ്യന്മാരായ നാദാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേര് ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. സംഖ്യാപുസ്തകം 26-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. അവൻ സഭയോട്, ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്നും മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 26-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്കുകൾ മോശയുടെ വായിൽ നിന്നും കേട്ട ഉടനെ കോരഹൻ്റെ മക്കൾ അവരുടെ അപ്പനായ കോരഹൻ്റെ പാപത്തിൽ ഓഹരിക്കാരോ അപ്പൻ്റെ പാപത്തെ അംഗീകരിക്കുന്നവരോ അല്ലാത്തതിനാൽ അവർ ഓടി യഹോവയുടെ ആലയത്തിലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുകയും യഹോവ ആ കുഞ്ഞുങ്ങളെ അവരുടെ അപ്പൻ്റെ പാപത്തിനുള്ള ശിക്ഷയിൽ നിന്നും വീണ്ടെടുക്കുകയും ചെയ്തു. അവരെ മരണത്തിൽ നിന്നും രക്ഷിച്ച യഹോവയുടെ തിരുനിവാസത്തെക്കുറിച്ച് 84-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കോരഹ് പുത്രന്മാർ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അതെ, നമ്മുടെ കണ്ണിന് കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിന് വീഴ്ചയിൽ നിന്നും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നമ്മുടെ കർത്താവിൻ്റെ മുഖശോഭ എത്ര മനോഹരമാണ്. ഈ കുട്ടികളുടെ അപ്പനായ കോരഹിൻ്റെയും കൂട്ടാളികളുടെയും കരച്ചിൽ അവർ പാതാളത്തിലേക്ക് ജീവനോടെ ഇറങ്ങിയപ്പോൾ ഇസ്രയേൽ ജനം മുഴുവൻ കേട്ടതാണ്. ആ കൂട്ടത്തിൽ കോരഹിൻ്റെ മക്കളുടെ കരച്ചിലും ജനം കേൾക്കുമായിരുന്നു. എന്നാൽ അവരെ രക്ഷിച്ചത് യഹോവയുടെ യാഗപീഠമാണ്. അത് യഹോവ തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് 84-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, കോരഹ് നിലവിളിച്ചതിനേക്കാൾ എത്രയോ വലിയ നിലവിളി നമ്മിൽ നിന്നും ഉയരുമായിരുന്നു. എന്നാൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനെ മുതൽ കാൽവരി ക്രൂശ് വരെ നിലവിളിച്ച അവൻ്റെ കരച്ചിലാണ് നമ്മുടെ കരച്ചിലിനെ മാറ്റിക്കളഞ്ഞത്. ഇന്ന് നമുക്കും കോരഹ് പുത്രന്മാരെ പോലെ പറയുവാൻ കഴിയും, യേശുവിൻ്റെ പാദപീഠം എനിക്ക് സങ്കേത നഗരമാണെന്ന്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം സങ്കേത നഗരങ്ങൾ സ്ഥാപിച്ചു കൊടുത്തിരുന്നു.
അറിയാതെ പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് രക്തപ്രതികാരകനിൽ നിന്നും രക്ഷപ്പെടുവാൻ ഉള്ള അഭയ കേന്ദ്രമാണ് സങ്കേത നഗരങ്ങൾ. ആ സങ്കേത നഗരത്തിൽ അറിയാതെ പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് അഭയം പ്രാപിക്കാം. കോരഹ് പുത്രന്മാർക്ക് സങ്കേത നഗരമായി തീർന്നത് യഹോവയുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളായിരുന്നു. കാരണം അവർ കനാൻ ദേശത്ത് എത്തിയിട്ടില്ലായിരുന്നതിനാൽ സങ്കേത നഗരം അവർക്ക് സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ സങ്കേത നഗരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആശ്വാസം നിരസിക്കപ്പെട്ടവരോ ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരോ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരോ കഠിനമായ മനോവ്യതയിൽ ആയിരിക്കുന്നവരോ എന്നെ കേൾക്കുന്നുവെങ്കിൽ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നവനും അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നമ്മെ ആശ്വസിപ്പിക്കുന്നവനും ആകയാൽ ഇന്ന് തന്നെ യേശുവിൻ്റെ അടുക്കൽ ഓടി അണയൂ. അവന് നമ്മോട് കരുണ തോന്നും. ഒരു കണ്ണിന് നമ്മോട് ആദരവ് തോന്നിയില്ലെങ്കിലും നമ്മോട് കരുണ കാണിക്കുന്നവനായ ഒരു കർത്താവാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു കാര്യം മാത്രം നാം ചെയ്താൽ മതി, നമ്മുടെ കുറവുകൾ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. സർവ്വ ആശ്വാസവും തരുന്നവനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കുകയും പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുകയും ചെയ്യും. 84-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ കോരഹിൻ്റെ മക്കൾ പറയുകയാണ്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന്. ദൈവത്തോട് നിരന്തരം മത്സരിക്കുന്ന വ്യക്തിയായിരുന്നു ഈ കുട്ടികളുടെ അപ്പനായ കോരഹ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭവനത്തിൽ സമാധാനമുണ്ടായിരുന്നില്ല. കോരഹ് എന്ന ഈ കുട്ടികളുടെ അപ്പൻ യഹോവയുടെ ആലയത്തിൽ ദിവസവും പോകുമായിരുന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന കാര്യം വരുമ്പോൾ കായീൻ്റെ ആരാധനയാണ് വെളിപ്പെടുന്നത്. അതായത് മോശയ്ക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുവാനാണ് കോരഹ് ആലയത്തിൽ പോയിക്കൊണ്ടിരുന്നത് എന്ന് വേണം ചിന്തിക്കുവാൻ. എന്നാൽ ആരാധന നടത്തുവാൻ കോരഹിന് കഴിയുന്നില്ല. മത്സരബുദ്ധിയാണ് അവൻ്റെ ഹൃദയം മുഴുവൻ. അതുകൊണ്ട് തന്നെ കോരഹിൻ്റെ പുത്രന്മാർ അവരുടെ ഭവനത്തിൽ വേണ്ടത്ര ദൈവിക സമാധാനം ലഭിക്കാതെ കഷ്ടപ്പെട്ടു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ ദേവാലയത്തിൽ ചെന്നാൽ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അത് നഷ്ടമാകുമ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവരെ ജീവനോടെ താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയായിരിക്കും അനുഭവിക്കുക. അതിവ്യക്തമാക്കിക്കൊണ്ട് കോരഹ് പുത്രന്മാർ പറയുകയാണ്, നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന്. തന്നെയുമല്ല 84-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്നാണ് കോരഹിൻ്റെ മക്കൾ പറയുന്നത്. കാരണം കോരഹായി അവരുടെ അപ്പൻ കൂടാരത്തിൽ വന്നാൽ കൂടാരത്തിൽ നിന്നും പുറത്ത് കടക്കുന്നത് വരെ ദൈവത്തിനും അവൻ്റെ ദാസനായ മോശയ്ക്കുമെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും പിറുപിറുക്കുകയും ആണ് ചെയ്യുന്നത്. ദൈവികാരാധന ഭവനത്തിലില്ല. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുവാനോ ദൈവം തരുന്ന നന്മകളെക്കുറിച്ച് വർണ്ണിക്കുവാനോ ദൈവത്തെ അടുത്തറിയാമെന്ന് അഭിമാനിക്കുന്ന കോരഹിനോ അവൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിനോ സമയമില്ല. സദാസമയം മോശയ്ക്കെതിരെ സംഘം കൂടിയുള്ള ചർച്ചകളുടെ തിരക്കാണ് കോരഹിൻ്റെ കൂടാരത്തിൽ. അതുകൊണ്ട് തന്നെ ഭവനത്തിൻ്റെ അകത്തുനിന്നും സമാധാനമോ സന്തോഷമോ ലഭിക്കാത്ത കോരഹിൻ്റെ മക്കൾ ആ കൂടാരത്തിനൊരു പേരിട്ടു, ദുഷ്ടന്മാരുടെ കൂടാരമെന്ന്. അതിനുശേഷം അവർ പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. കാരണം അവിടെ ദൈവസാന്നിധ്യമുണ്ട്, ദൈവികാരാധനയുണ്ട്, സമാധാനവും പ്രത്യാശയുമുണ്ട്, ദൈവത്തിൻ്റെ സഹിത്വമുണ്ട്. ഒരു വഷളനും ദൈവത്തിൻ്റെ ആലയത്തിൽ കടക്കുവാൻ ആ കാലങ്ങളിൽ കഴിയുമായിരുന്നില്ല. ചിലരെല്ലാം കടന്നെങ്കിലും അവരെ മടങ്ങിപ്പോകുവാൻ കർത്താവ് സമ്മതിച്ചില്ല. കോരഹിൻ്റെ പുത്രന്മാർക്ക് ദൈവത്തിൻ്റെ ആലയം വിടുവാൻ ഇപ്പോൾ താല്പര്യമില്ല. കാരണം ആ ആലയത്തിലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളാണ് ഇവരെ മരണത്തിൽ നിന്നും രക്ഷിച്ചത്. എന്നാൽ നമ്മെ മരണത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും തന്നെ രക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം അവൻ്റെ പാത വിട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, തെറ്റുകൾ ചെയ്യുന്നവരോട് ചേർന്ന് തെറ്റുകൾ ചെയ്യുവാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട യേശുവിനെ നാം ഓർക്കണം. നിത്യമരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ശിരസിൽ മുൾക്കിരീടവും കൈകാലുകളിൽ കാര്യമാണികളും അടിച്ചെറുക്കപ്പെട്ടവനായി ഇരുകള്ളന്മാരുടെ മധ്യാർദ്ധനഗ്നനായി നമ്മുടെ പാപവും ശാപവും ചുമന്ന് നമ്മെ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും രക്ഷിച്ച് ദൈവമക്കളാക്കി തീർക്കുവാൻ സ്വപിതാവിനാൽ കൈവിടപ്പെട്ടവനായ യേശുവിനെ നാം ഓർക്കണം. നമുക്ക് വേണ്ടിയായിരുന്നു യേശു സകല കഷ്ടതകളും സഹിച്ചതെന്ന് ഓർത്ത് തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുവാൻ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നാം അഭയം പ്രാപിക്കണം. നമ്മെ നിത്യനരകത്തിൽ തള്ളിയിടുവാൻ
നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാചിൻ്റെ കെണിയിൽ പെടാതിരിക്കുവാനും ദൈവകൃപയിൽ നിന്നും നാം ഒഴുകിപ്പോകാതിരിക്കുവാനും കേൾക്കുന്ന ദൈവവചനം മുറുകെ പിടിച്ചുകൊള്ളുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണം. അപ്രകാരം ചെയ്തുകൊണ്ട് ജ്യോതിഷികളെ പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും നാം ഉത്സാഹിക്കണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തരുന്ന ആശ്വാസത്തിനും അങ്ങ് തരുന്ന പ്രത്യാശയ്ക്കുമായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനവും പ്രത്യാശയുമില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനവും പ്രത്യാശയും അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തിക ക്ലേശത്തിൽ നിന്നും മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.